ഹലോ ഗൈസ്, ദിസ് ഈസ് മുഹമ്മദ് റഫീഖ് വിത്ത് യു. പ്രവാസികൾക്ക് വേണ്ടി കേരള ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഐഡന്റിറ്റി കാർഡ് ആണ് നോർക്ക റൂട്ട്സിന്റെ നോർക്ക ഐഡന്റിറ്റി കാർഡ്. പ്രവാസികൾക്ക് വേണ്ടിയുള്ള പല ക്ഷേമ പദ്ധതികൾക്കും ഈ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകണമെന്നുണ്ടെങ്കിൽ നോർക്ക ഐഡന്റിറ്റി കാർഡ് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നോർക്ക കാർഡിന്റെ കാലാവധി 3 വർഷമാണ്. 3 വർഷം കഴിയുമ്പോൾ നമുക്ക് പുതുക്കാനും സാധിക്കുന്നതാണ്. വെറും 408 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് നോർക്ക് ഐഡന്റിറ്റി കാർഡ് വളരെ സിമ്പിൾ ആയി എടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോസസ് നിങ്ങൾക്ക് മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കൂ. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കടക്കാം. അതിനു വേണ്ടി വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ നോർക്ക റൂട്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. ഗൂഗിൾ നോർക്ക റൂട്ട്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നോർക്കയുമായി ബന്ധപ്പെട്ടുള്ള സെർച്ച് റിസൾട്ട് എല്ലാം ലഭിക്കുന്നതാണ്. ഇത് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ നോർക്ക ഐഡി കാർഡ് /NPRA എന്നുള്ള ഒരു റിസൾട്ട് കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യാം. ഈ വെബ് ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് പേജിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നോർക്ക ഐഡി കാർഡ് /NPRA എന്ന വെബ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നോർക്ക കെയർ പ്ലസ് രജിസ്ട്രേഷൻ ഓപ്ഷൻ കാണാം. അതിൽ ജോയിൻ ചെയ്യാൻ ആദ്യം നോർക്ക ഐഡി മസ്റ്റ് ആയിട്ട് വേണം. ഇവിടെ പേജിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ എന്തെല്ലാം തരം ഐഡി കാർഡ്സ് ഉണ്ടെന്ന് കാണാവുന്നതാണ്. പ്രവാസി ഐഡി കാർഡ്, സ്റ്റുഡന്റ് ഐഡി കാർഡ്, NRK ഐഡി കാർഡ്, NPRA കാണാവുന്നതാണ്. ഇവിടെ നോർക്കയിൽ മുന്നേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ആണെങ്കിൽ ലോഗിൻ ടു യുവർ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാത്തവർ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രജിസ്റ്റർ എന്നുള്ള പേജിൽ പുതിയ നോർക്ക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. ഇതുവരെ നോർക്ക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർക്കാണ് ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. നേരത്തെ നോർക്ക റൂട്ട്സ്.org എന്നുള്ള വെബ്സൈറ്റിൽ നോർക്ക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്ക് ഇവിടെ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല. അത്തരം ആളുകൾ, അതായത് നേരത്തെ പഴയ നോർക്ക കാർഡ് ഉള്ള ആളുകൾ, ഇവിടെ കാണുന്ന എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ പഴയ നോർക്ക അക്കൗണ്ട് പുതിയതിലേക്ക് പോർട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. അതിനുശേഷം റോൾ ചോദിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് NRK അബ്രോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ ഇന്ത്യക്കകത്ത് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് NRK അതർ സ്റ്റേറ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രവാസം നിർത്തി നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് റിട്ടേണീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. വിദേശത്തു വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇവിടെ NRK അബ്രോഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക. ശേഷം ചോദിക്കുന്നത് വാട്സാപ്പ് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ്. വാട്സാപ്പ് നമ്പർ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. വാട്സാപ്പ് ഉള്ള നമ്പർ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം പലപ്പോഴും SMS OTP ലഭിക്കാൻ ഡിലേ വരാറുണ്ട്. വാട്സാപ്പിൽ OTP വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കാറുമുണ്ട്. യെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു കൊടുക്കേണ്ടതാണ്. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം ഇമെയിൽ അഡ്രസ് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുക. നോർക്ക പ്ലസിലേക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇമെയിലിലേക്ക് OTP ലഭിക്കാറുണ്ട്. അതിനുശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡ് മിനിമം 8 അക്ഷരം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറുകളും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിൽ പാസ്വേഡ് വീണ്ടും ആവർത്തിച്ച് എൻ്റർ ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്തതിനുശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ സക്സസ്ഫുള്ളി രജിസ്റ്റർഡ് എന്ന് കാണാം. ഞാൻ ഇതിൽ ആൾറെഡി രജിസ്റ്റർ ചെയ്തത് കാരണം ആണ് മുന്നേ ഒന്നും ഫിൽ ചെയ്യാതിരുന്നത്. ഓക്കെ, ഇപ്പോൾ സൈൻ ഇൻ പേജ് കാണാം. ഇവിടെ ജസ്റ്റ് മുന്നേ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് ഇമെയിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്ത് സൈൻ ഇൻ ചെയ്യുക. ഇനി OTP വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈൻ ഇൻ വിത്ത് OTP എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. OTP വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഇമെയിൽ അഡ്രസ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ വാട്സാപ്പ് ഉപയോഗിക്കാവുന്നതാണ്. OTP ഇല്ലാതെ ലോഗിൻ ചെയ്യാൻ വേണ്ടി സൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം നേരത്തെ സെറ്റ് ചെയ്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് നൽകുക. അതുപോലെ പാസ്വേഡ് നൽകുക. ശേഷം ക്യാപ്ചോ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ OTP ഇല്ലാതെ തന്നെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ചില ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് വേണ്ടത്. ഫോട്ടോയുടെ സൈസ് 500 KB യിൽ കൂടാൻ പാടുള്ളതല്ല.
അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. 300 വിഡ്ത്തും 300 ഹൈറ്റും ആണ് പറഞ്ഞിട്ടുള്ളത്. JPG PNG എന്നിവെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടതിനു ശേഷം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് സൈസ് 200 KB-യിൽ കൂടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് ലാസ്റ്റ് പേജും ഉള്ള ഒരു PDF അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിന്റെ സൈസ് മാക്സിമം ഒരു MB-യിൽ കൂടാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, പാസ്പോർട്ട് എന്നിവ അറ്റാച്ച് ചെയ്ത ശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ നോർക്ക അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ പേര് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും മുകളിൽ ആയിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാം. ഇവിടെ കണ്ടിന്യൂ ടു പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വന്ന പ്രൊഫൈൽ അപ്ഡേഷൻ പേജിൽ നമ്മൾ നേരത്തെ നൽകിയിട്ടുള്ള നമ്മുടെ പേര്, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കും. ഇതിൽ ചില കോളങ്ങൾ ഫിൽ ചെയ്യേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പാസ്പോർട്ട് നമ്പർ എന്നുള്ള കോളം ഫിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ ഫിൽ ചെയ്യേണ്ട മറ്റൊന്നാണ് ഡിസ്ട്രിക്റ്റിന്റെ പേര്. ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ശേഷം ലോക്കൽ ബോഡി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണുള്ളത് സെലക്ട് ചെയ്യാം. ശേഷം ലോക്കൽ ബോഡി എന്നുള്ള ഡ്രോപ്പ് ഡൗണിൽ നിന്നും പഞ്ചായത്തിന്റെ പേര് സെലക്ട് ചെയ്യുക. മുനിസിപ്പാലിറ്റി ആണെങ്കിൽ അതിന്റെ പേര് സെലക്ട് ചെയ്യാം. അതിനുശേഷം പിൻ കോഡ് ചോദിക്കുന്നുണ്ട്. കൃത്യമായി പിൻ കോഡ് എൻ്റർ ചെയ്യുക. ശേഷം പെർമനന്റ് അഡ്രസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ അഡ്രസ് എൻ്റർ ചെയ്യുക. അഡ്രസ് എൻ്റർ ചെയ്യുമ്പോൾ വീടിന്റെ പേര്, ഏരിയ എന്നിവ മാത്രം നൽകിയാൽ മതിയാവുന്നതാണ്. അല്ലാതെ പിൻ കോഡും ഡിസ്ട്രിക്റ്റിന്റെ പേര് ഒന്നും നൽകേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമ്മൾ നേരത്തെ മുകളിൽ നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് പെർമനന്റ് അഡ്രസ്സും സെയിം ആണെന്നുണ്ടെങ്കിൽ മുകളിൽ നൽകിയ തന്നെ നൽകിയാൽ മതിയാവുന്നതാണ്. അതിൽ മാറ്റമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് നമുക്ക് വേറെ നൽകാവാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം നൽകിയതിനു ശേഷം ആ ഡീറ്റെയിൽസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നുള്ളൊരു മെസ്സേജ് ലഭിക്കുന്നതാണ്. ശേഷം പുതിയ പേജിലേക്ക് എത്തുന്നതായി കാണാൻ സാധിക്കും. ഇപ്പോൾ വന്നുള്ള പ്രവാസി ID കാർഡ്, പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസി എന്നുള്ള പേജിൽ പുതുതായി പ്രവാസി ID കാർഡ് അപേക്ഷിക്കാൻ വേണ്ടി ന്യൂ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ വ്യൂ ഗൈഡ് ലൈൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഗൈഡ് ലൈൻസ് എന്താണെന്ന് വായിച്ചു നോക്കാവുന്നതാണ്. പ്രവാസി ID കാർഡ് എടുക്കാൻ ഏജ് ലിമിറ്റ് 18ന്റെയും 70ന്റെയും ഇടയിൽ ആയിരിക്കണം. അതുപോലെ വിദേശത്തു 6 മാസത്തിൽ കൂടുതൽ താമസിച്ചിരിക്കണം അല്ലെങ്കിൽ വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ പ്രവാസി ID കാർഡ് എക്സ്പയറി ആകുന്നതിന് 3 മാസം മുന്നേ തന്നെ റിന്യൂ ചെയ്യാവുന്നതാണ്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് അതുപോലെ തന്നെ. അതിന് ഏജ് ലിമിറ്റ് 18ന്റെയും 60ന്റെയും ഇടയിൽ ആയിരിക്കണം. അതുപോലെ വിദേശത്തു 6 മാസത്തിൽ കൂടുതൽ താമസിച്ചിരിക്കണം അല്ലെങ്കിൽ വർക്ക് ചെയ്തിരിക്കണം. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എക്സ്പയറി ആകുന്നതിന് 1 മാസം മുന്നേ തന്നെ റിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന സെലക്ട് സർവീസ് എന്നതിൽ 2 ഓപ്ഷൻസ് കാണാവുന്നതാണ്. ആദ്യത്തേത് അപ്ലൈ ഫോർ പ്രവാസി ID കാർഡ്. അതിന് രജിസ്ട്രേഷൻ ഫീ 408 രൂപ ആകുന്നതാണ്. വാലിഡിറ്റി 3 വർഷമാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അപ്ലൈ ഫോർ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി. അതിന് രജിസ്ട്രേഷൻ ഫീ 661 രൂപ ആകുന്നതാണ്. അതിന്റെ വാലിഡിറ്റി 1 വർഷമാണ്. ഇതിൽ പ്രവാസി ID മാത്രം സെലക്ട് ചെയ്യുമ്പോൾ 408 രൂപ ഇവിടെ കാണിക്കുന്നത് കാണാം. കൂടെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി കൂടെ സെലക്ട് ചെയ്യുമ്പോൾ 661 രൂപ കൂടി ആഡ് ആകുന്നത് കാണാം. പക്ഷേ നിലവിൽ നോർക്ക കെയർ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് പ്രവാസി രക്ഷ ഇൻഷുറൻസ് പോളിസിയുടെ ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ ഇവിടെ അപ്ലൈ ഫോർ പ്രവാസി ID കാർഡ് മാത്രമാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിൽ വരുന്ന ഫീ 408 രൂപയാണ്. GST അടക്കമുള്ള ഫീ ആണിത്. നമുക്ക് താഴെ കാണുന്ന അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. തുടർന്നു വരുന്ന ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ ഈ ഒരു ഭാഗത്തായി നമ്മുടെ പേര്, പാസ്പോർട്ട് നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഒന്ന് അടിയിലേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുക. അപ്ലിക്കന്റ് ഇൻഫർമേഷന്റെ താഴെ ആയിക്കൊണ്ട് ഓഫീസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഡെസിഗ്നേഷൻ, ഏത് രാജ്യത്ത് ആണ് വർക്ക് ചെയ്യുന്നത്, കമ്പനി നെയിം, കമ്പനി അഡ്രസ് എന്നിവ ഫിൽ ചെയ്യുക. അടുത്തതായി NRK ഓവർസീസ് സ്റ്റേ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. ഇവിടെ നിങ്ങൾ താമസിക്കുന്ന അഡ്രസ്, താമസിക്കുന്ന രാജ്യം, ലാൻഡ്മാർക്ക് ഉണ്ടേൽ അത് എല്ലാം ഫിൽ ചെയ്യുക. അടുത്തതായി NRK ഫാമിലി ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് ഓൺ ബൈ ഓൺ ആയി ഫിൽ ചെയ്യുക. അതിൽ ഒരാളെ നോമിനി ആയി സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി പാസ്പോർട്ട് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ചെയ്ത പ്ലേസ്, ഇഷ്യൂ ചെയ്ത തീയതി, എക്സ്പയറി തീയതി എന്നിവ ഫിൽ ചെയ്യുക.
അടുത്തതായി വിസ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. വിസ നമ്പർ, വിസ എക്സ്പയറി തീയതി, ലാസ്റ്റ് ട്രാവൽ ചെയ്ത ഡിപ്പാർച്ചർ തീയതി, അതുപോലെ അറൈവൽ തീയതി എന്നിവ ഫിൽ ചെയ്യുക. അടുത്തതായി ഇന്ത്യയിൽ ഉള്ള ബാങ്ക് ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുക. ഇത് നിർബന്ധം ഇല്ല, വേണേൽ കൊടുക്കാം. ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, IFS കോഡ്, അക്കൗണ്ട് നമ്പർ എന്നിവ ഫിൽ ചെയ്യുക. എന്നിട്ട് ഡിക്ലറേഷൻ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്ത് സേവ് ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, ഫോട്ടോയും സിഗ്നേച്ചറും കാണാം. അതുപോലെ അറ്റാച്ച്ഡ് ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്, അറ്റാച്ച്ഡ് എയ്ഡ് കാണാം. ഇവിടെ വിസ അല്ലേൽ, ഇക്കാമ അല്ലേൽ, വർക്ക് പെർമിറ്റ് അല്ലേൽ, റെസിഡൻസ് പെർമിറ്റ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് ഇട്ട് പ്രൊസീഡ് ടു ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പേയ്മെന്റ് ഗേറ്റ്വേയിൽ പ്രൊസീഡ് ടു പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. അതിൽ അപ്ലിക്കേഷൻ നമ്പർ, സബ്മിറ്റഡ് ഡേറ്റ് എല്ലാം കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇവിടെ ട്രാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ഡേറ്റ് ആൻഡ് ടൈം കാണാം. ഒരു 2.5 മണിക്കൂറിന് ശേഷം ഒന്ന് ലോഗിൻ ചെയ്ത് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ID സ്റ്റാറ്റസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് എന്റെ ID ഓക്കെ ആയിട്ടുണ്ട്. വാലിഡിറ്റി പീരീഡ് 3 വർഷം കാണിക്കുന്നുണ്ട്. ഇവിടെ ട്രാക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് എത്ര ടൈം എടുത്തു എന്ന് കാണാം. അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തത് 1:44 PM ആണ്. 4:21 ആയപ്പോഴേക്കും ID ജനറേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ID ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. അപ്പോ ഈ രീതിയിലാണ് നോർക്ക ID കാർഡിന് അപേക്ഷിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.